ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് ദൈവമേ, ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. സത്യമായിട്ട് ഞാൻ മരണക്കറെന്ന് പറയുന്ന പരിപാടി ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം, അതായത് ഇതുണ്ടോ, ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം വരും. ഡോണ്ട് ടേക്ക് ബാത്ത് ഹെയർ, ഇവിടെ കുളിക്കുന്നത് അപകടമാണ്. അതായത് ഇത് ഇവിടെ ഞാൻ എൻ്റെ യാത്രകളെല്ലാം ഇതുവരെയും KSRTC ബസ്സിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. സ്കിൽ റോക്കേഴ്സ്, വാ, ഇതെല്ലാം ഫ്ലവർ ഷോ പോലത്തെ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. കടലിൻ്റെ കൊതി കണ്ടു തീരത്തില്ല, അതാണ് അത്രയ്ക്ക് അടിപൊളിയാണ്. ഇതുണ്ട് KSRTCയുടെ ഒരു ട്രാവൽ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട്, ഒരു ക്യൂട്ട് ബോട്ട്. ഞാനോർത്ത് ഇത് കല്ലാന്ന് വിചാരിച്ചു, പക്ഷേ കല്ലല്ല കേട്ടോ. ഫ്രീ പാസ് വല്ലതും കിട്ടുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം, അതായത് അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം. കുളിക്കാം, ആടാം, പാടാം, ആടിത്തിമിർക്കാം. എന്തെങ്കിലും ഒരു കഥ പറയാനുണ്ടാവും, അതിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. എത്രയോ വർഷം പഴക്കമുള്ളതായിരിക്കും എന്നറിയാമോ. വളരെ ബോറിങ്ങും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തതുമായിട്ടുള്ള ഒരു വ്ളോഗാണ്. SKILLROCKERS, സ്കിൽ റോക്കേഴ്സ്. വാവ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ. ആലപ്പുഴ ബീച്ച് കാണാൻ വേണ്ടി വന്നതാണ്. ഞാനിവിടെ പലവട്ടം വന്നിട്ടുണ്ട്, അപ്പോഴൊന്നും ഈ ഒരു അറ്റ്മോസ്ഫിയറോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ്, വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല, നൈസ്. അപ്പം നമുക്കിതാ അവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോകണം. അപ്പം കടൽ, ഈ കടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, നമ്മൾ എന്തേരം കണ്ടാലും കടലിൻ്റെ കൊതി കണ്ടു തീരത്തില്ല, അതാണ് അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പം കടലിതുണ്ടോ, കൊള്ളാമല്ലേ, അടി പറിച്ചുകൊണ്ട് പോവുക. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നുണ്ട്, താന്ന് പോവുക കടൽ. എൻ്റെ ദൈവമേ, അതൊക്കെ ഒരു പ്രത്യേക പ്രകൃതി ഭംഗി തന്നെയാണ്. അപ്പം ആലപ്പുഴ ബീച്ചിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഈ സൈഡെന്ന് പറയുമ്പോൾ ഇതുപോലെ ബോട്ടുകൾ നിരന്ന് കിടക്കുകയാണ്. ഞാൻ അങ്ങോട്ട് കുറച്ച് പോയി, അവിടെ ഈ ബോട്ടുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല. പക്ഷേങ്കിൽ ഇങ്ങോട്ടാണ് കാഴ്ചകൾ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അതിന് മുമ്പായിട്ട് കടലൊന്ന് കാണാം. കേട്ടോ, ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക. ഈ സമയത്ത് വന്നാലൊക്കെ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടത്തുള്ളൂ. നല്ലൊരു എന്താ പറയുന്നത്, ഇനിയിപ്പം വലിയ ചൂടില്ല, എന്നാൽ ചൂടുണ്ട്, നല്ല തണുത്ത കാറ്റ്, കുഴപ്പമില്ല, നൈസ്. ഞാൻ കയറി നിന്ന ബോട്ട് ആരാധന എന്ന് പറയുന്ന ഒരു ബോട്ടാണേ. ഇതുണ്ടോ, നല്ല രസമുണ്ട്, ഒരു ക്യൂട്ട് ബോട്ട്. പുതിയ ബോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ, നല്ല രസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചാടിക്കറി എടുത്തേ. അപ്പോൾ ഈ സൈഡിലൊക്കെ ബോട്ടുകൾ കിടപ്പുണ്ട്, അങ്ങോട്ട് ഇഷ്ടം പോലെ ബോട്ടുകൾ കിടപ്പുണ്ട്. അതുകൊണ്ട് ഒരു ബോട്ട് കടലിൽ കിടന്ന് മീൻ പിടിക്കുവാണ്, അങ്ങ് ദൂരെ കാണാം. അപ്പോൾ കടൽ, എൻ്റെ പൊന്നു, എന്താ അല്ലേ, കടലിൻ്റെ കാഴ്ച എന്ന് പറയുന്ന ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ്. കടലിലോട്ട് ഒത്തിരി അങ്ങ് പോകുന്നൊന്നുമില്ല, പക്ഷെങ്കിൽ കടൽ നമ്മൾ എത്ര കണ്ടാലും കൊതി തീരില്ല, അതാണ് കടലിൻ്റെ ഒരു പ്രത്യേകത. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും കടൽ കണ്ട് കൊതി തീരുമല്ല. എന്താ കടലമ്മ വിളിക്കുന്നുണ്ടോ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം, അങ്ങോട്ടാണ് കാഴ്ചകളുള്ളത്. ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് ദൈവമേ. ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം. ഞാനോർത്തെ ഇത് കല്ലാന്ന് വിചാരിച്ചു, പക്ഷേ കല്ലല്ല കേട്ടോ. അത് മറ്റേ സ്പോഞ്ച് പോലത്തെ ബോട്ടയിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന സാധനമാണ്. അത് ഒത്തിരി വേസ്റ്റുകളൊക്കെ ഇത് അതുപോലത്തെ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. ബോട്ടിൻ്റേതായ കുറേ സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്, കുപ്പികൾ. ഇത് ഇവിടെ ഇടുന്ന ആയിരിക്കത്തില്ല, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലൊക്കെ ഇടുന്നതായിരിക്കും, ഇങ്ങോട്ട് അടിയുന്നതായിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് ആരും അങ്ങനെ ബസ് യാത്രകൾ കുറവായിരിക്കാം, അതിങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ പോകാൻ വേണ്ടിയേ. ഞാൻ എൻ്റെ യാത്രകളെല്ലാം ഇതുവരെയും KSRTC ബസ്സിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ റൂട്ട് പറഞ്ഞിരുന്നത്. ഞാൻ നേരെ കോട്ടയം സ്റ്റാൻഡിൽ വന്നു, കോട്ടയത്ത് നിന്ന് ആലപ്പുഴയ്ക്കുള്ള ബസ് കയറി. അപ്പോൾ എവിടെ നിന്നാണെങ്കിലും നേരെ നിങ്ങൾ ആലപ്പുഴയ്ക്കുള്ള ബസ് കയറുക. അപ്പം ഞാൻ KSRTC വന്ന് ഇറങ്ങി, അവിടുന്ന് നേരെ പ്രൈവറ്റ് ബസ്സാണ് പ്രൈവറ്റ് ബസ്, അല്ലെങ്കിൽ KSRTC ആണ് KSRTC, നേരെ ആലപ്പുഴ ബീച്ചിലേക്ക് റൂട്ടുണ്ട്. അത് ബീച്ചിൻ്റെ സൈഡിലുള്ള റോഡ് വരെ ഉള്ളൂ, പിന്നെ നമുക്ക് ഇങ്ങോട്ട് നടന്ന് കയറി വരണം. റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന ഒരു റോഡായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പം റെയിൽവേ സ്റ്റേഷനിലാണ് അവിടെ. എവിടെയാണെങ്കിലും അവിടെ ഇങ്ങോട്ട് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ, ഒരു 100 മീറ്റർ 200 മീറ്റർ 300 മീറ്റർ, അതിനപ്പുറത്തോട്ടില്ല. അപ്പം ബസ്സിന് വരുന്നവർക്ക് അങ്ങനെ ഇവിടെ വരാം. ഞാൻ KSRTC യാത്ര ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്, ഇപ്പം മിക്ക വീഡിയോയിലും ഞാൻ പറഞ്ഞല്ലേ. അപ്പം ഞാനത് ഇതുണ്ട്, KSRTCയുടെ ഒരു ട്രാവൽ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് റീചാർജ്, അതായത് ഇപ്പോൾ ഒരു 1000 രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ
1040 രൂപ കയറും. പക്ഷേ നമ്മൾ അഡീഷണൽ 100 രൂപ ഈ കാർഡിന് വേണ്ടി കൊടുക്കണം. 2000 രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2100 രൂപ കയറും. അഡീഷണൽ ഒരു 100 രൂപ കൊടുക്കണം. അപ്പം ബെനിഫിറ്റ് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു കൂടുതൽ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചില്ലറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളൊരു ബാലൻസ് കൊടുക്കും പരിപാടികൾക്കൊക്കെ വേണ്ടി വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം റീചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് സെറ്റ് ചെയ്ത് നമുക്കതിൻ്റെ ടിക്കറ്റ് തരും. ബാലൻസും അതിൻ്റെ അകത്ത് കാണിക്കും. അപ്പം ഇത് വെച്ചാണ് ഇപ്പം മാക്സിമം യാത്രകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ യാത്രകളും ഇത് വെച്ചല്ല, ഈ അടുത്തിടെയായിട്ട് ഇതുകൊണ്ടാണ് യാത്രകൾ ചെയ്യുന്നത്. അപ്പം ഗണേഷ് സാർ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഗണേഷ് കുമാർ സാർ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യാത്രകളെല്ലാം KSRTCയിലാണ്. അത് കൂടുതലും കേരള ടൂറിസം അങ്ങോട്ടാണ് മാക്സിമം യാത്രകൾ, ടൂറിസ്റ്റ് പ്ലേസുകൾ കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത്യാവശ്യം എൻ്റെ ചുറ്റുവട്ടം, ഞാനിപ്പോൾ കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള ആളാണ്, എൻ്റെ ചുറ്റുവട്ടം ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം മറ്റ് ഡിസ്ട്രിക്റ്റിലേക്ക് എനിക്ക് കടക്കണം. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ഒരു എക്സ്പെൻസ് കുറയ്ക്കാം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതാണ്. KSRTC വിട്ടൊരു യാത്രയില്ല. അപ്പോൾ മാക്സിമം KSRTC, കേരളം കറങ്ങുന്നത് ഫുള്ള് KSRTCയാണ്. അപ്പം എന്തെങ്കിലും ഒരു ഫ്രീ പാസ് വല്ലതും കിട്ടുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു, അതിനുവേണ്ടി ചോദിക്കുന്നതാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ സാറിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തതാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമുക്ക് ആലപ്പുഴ ബീച്ച് കാണാം. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്ത് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബീച്ചിൻ്റെ ഏകദേശം ഒരു അന്തരീക്ഷം. അപ്പം ആ കാണുന്ന ഒരു ക്യാൻറ്റീനും, അതായത് വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാറ്റാടി മരങ്ങൾക്ക് താഴെ അല്ലെങ്കിൽ ആ ഒരു തണലിൽ പറ്റി ഒത്തിരി കോഫി, കഫേ, സ്നാക്സ് ഇതെല്ലാം കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നൈറ്റ് അല്ലെങ്കിൽ ഒരു സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അവിടെയാണ് എന്തോ പരിപാടി നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നാളെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പരിപാടിയുടെ എന്തോ വലിയൊരു പരിപാടിയാണ്. നാളെ തന്നെ അതിൻ്റെ ഉദ്ഘാടനം എന്തോ. അപ്പോൾ ഇന്നിവിടെ വന്നത് ചോദിച്ചപ്പോഴാണ് നമ്മൾക്കറിയാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് നോക്കാം എന്താ പരിപാടി നടക്കുന്നതെന്ന്. ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പറ്റുമെങ്കിൽ നമുക്ക് അകത്ത് കയറാം. എന്താ നമുക്ക് നോക്കാം. ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം, അതായത് ഇതുണ്ടോ, ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം വരും. ആ സൈഡിലും അതുപോലെ തന്നെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് എൻ്റെ ഫ്രണ്ട് കവാടം. ഏപ്രിൽ 1 തീയതിയാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ഇതുണ്ടോ, നൈസല്ലേ. അതായത് ഇതെല്ലാം ഫ്ലവർ ഷോ പോലത്തെ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല രസമുണ്ട്. വീട്ടിലെല്ലാം കയറി ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ കേട്ടോ. കൊള്ളാം. അതെല്ലാം സെറ്റ് ചെയ്ത് വരുന്നതുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറി ഒത്തിരി അങ്ങ് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പം അതറിയാമല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. അതായത് അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം. കുളിക്കാം, ആടാം, പാടാം, ആടിത്തിമിർക്കാം. അതായത് ആർട്ടിഫിഷ്യലായിട്ട് ഫ്ലവർ കൊണ്ടൊരു പൂങ്കാവനം, പിന്നെ ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം. അതാണ് സംഭവം. അപ്പം നാളെയാണ് ഇത് ഉദ്ഘാടനം. അതായത് നാളെ ഇത് സെറ്റാവുമെന്നാണ് അകത്ത് ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞത്. അപ്പോൾ അകത്ത് നിന്ന് ഒത്തിരി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അവർ പറഞ്ഞു നമ്മളങ്ങനെ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം വെളിയിൽ പോകാൻ പറഞ്ഞു, ഞാൻ വെളിയിലോട്ട് പോകുന്നു. ഇത് അവരുടെ പരിപാടിയൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതായത് ഇതുണ്ടോ, ഒരു വലിയൊരു ബോട്ട്. കൊള്ളാം അല്ലേ. ഇത് ഒറിജിനൽ ബോട്ട് തന്നെയായിരുന്നു കേട്ടോ. അത് എന്തെങ്കിലും ഇതിനൊരു ഇത് കാണും, എന്തെങ്കിലും ഒരു കഥ പറയാനുണ്ടാവും. അതിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേറെ ടീം കൊണ്ടിട്ടിരിക്കുന്നതാണ്. അത് അവിടെ മറ്റേ ഉത്സവത്തിനൊക്കെ കാണുന്ന പോലത്തെ കുറച്ച് പരിപാടികൾ കേട്ടോ. അതായത് തൊട്ടി കറക്കവും ഊഞ്ഞാലും. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പോകണം. ഇവിടെ നൈസൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സീനറി ഉണ്ട് ഇവിടെ. ഏതോ ഒരു പാലത്തിൻ്റെ അവശിഷ്ടം അതുണ്ടോ. അതായത് എത്രയോ വർഷം പഴക്കമുള്ളതായിരിക്കും എന്നറിയാമോ. ഇതുപോലത്തെ കുറ്റികൾ അങ്ങോട്ട് നിൽപ്പുണ്ട്. അതായത് ഇതെല്ലാം ഇരുമ്പാണ് കേട്ടോ, ഇരുമ്പിൻ്റെ. അതായത് ഉപ്പുവെള്ളം കയറി അത് തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് പോയി. അത്യാവശ്യം നല്ല ലെങ്തിൽ അത് അങ്ങ് വരെ ഉണ്ട്. അപ്പം ഇതൊരു ഫോട്ടോ സെക്ഷൻ ഉണ്ട്, എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കണ്ട ബോട്ട്, അത് നമ്മളുടെ അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം. നാളെയാണ് ഉദ്ഘാടനം കേട്ടോ. അപ്പം ആൾക്കാർക്ക് നാളെ വരാം. അതായത് നാളെ എന്ന് പറയുമ്പം ഏപ്രിൽ 1 ഉദ്ഘാടനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ
അവിടെ കുറച്ച് സർക്കസ് പരിപാടികളൊക്കെ പോലത്തെ എന്തോ, സർക്കസല്ല, ഉത്സവത്തിനൊക്കെ കാണുന്ന അതേ സെയിം പരിപാടി. ഞാൻ ആ പറഞ്ഞ പരിപാടി നടക്കുന്ന ആ ഒരു ഇതില്ലേ, അതായത് ഊഞ്ഞാൽ, മറ്റേ കറങ്ങിപ്പോകുന്ന ഊഞ്ഞാലൊക്കെ ഇല്ലേ, അതിൻ്റെ തൊട്ടി, അതിൻ്റെയൊക്കെ ഉള്ളി വന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെ പരിപാടികളുണ്ട് എന്നൊന്ന് കാണിച്ചു തരാം. ഒന്നും നിലവിൽ വർക്കിംഗ് അല്ല. ഇതുണ്ടോ, ഇത് മറ്റേ അതായത് വണ്ടി, കുഞ്ഞു പിള്ളേർക്കുള്ള വണ്ടികൾ കയറി ഇങ്ങനെ വട്ടം കറങ്ങും. ഇതും വട്ടം കറങ്ങും, അതിൻ്റെ കൂടെ ഓരോ പീസുകളുണ്ടല്ലോ അതും കിടന്ന് കറങ്ങും. അങ്ങനത്തെ ഒരു ഇത് മറ്റേ കിടന്ന് ചാടി, പിള്ളേർക്ക് കിടന്ന് ചാടി കളിക്കാനുള്ള, ഇത് കറങ്ങിക്കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. ഇതും അതുപോലെ തന്നെ, അതുപോലൊരു സെറ്റപ്പ്. ഇത് മറ്റേ മരണക്കിണർ, അത് തന്നെയാണോ മരണക്കിണർ. ഇതുകൊണ്ടോ, ഇത് മരണക്കിണർ സംഭവം. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. സത്യമായിട്ട് ഞാൻ മരണക്കിണർ എന്ന് പറയുന്ന പരിപാടി ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമോ ഉണ്ടായിരുന്നു, ഇന്നൊന്ന് കണ്ടിട്ട് പോകാമായിരുന്നല്ലേ. വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ കയറുള്ളൂ. ഇതുണ്ട്, ഇത് കിട്ടുമല്ലേ, കറങ്ങി 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 സെറ്റായിട്ടാണ് വട്ടം കറങ്ങുക. അതുപോലെ തന്നെ ഇതുണ്ട്, ഇതെല്ലാം പിള്ളേരെ ഫോക്കസ് ചെയ്തിട്ടുള്ള മെയിൻ പരിപാടികളാണോ. ഇങ്ങനെ ഇടന്ന് വട്ടം കറങ്ങാം. അത് മറ്റേ ഒരു ട്രെയിൻ പോലെ ഇങ്ങനെ റൗണ്ട് അടിക്കും. ഇതെല്ലാം അത് തന്നെയാണ് കേട്ടോ, എല്ലാം റൗണ്ട് അടിക്കുന്ന പരിപാടികൾ തന്നെയാണ്. തൊട്ടപ്പുറത്ത് കിടക്കുന്ന അതും റൗണ്ട് അടിക്കുന്നു. അപ്പുറത്ത് നമ്മൾ അവിടെ ആദ്യമേ കണ്ടതിൻ്റെ വേറൊരു സ്റ്റൈല്, ഇത് മറ്റേ തൊട്ടിയാണ്. ഇതിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഭയങ്കരമായിട്ട്. ഇത് മറ്റേ ബോട്ടാണ് പിള്ളേർക്ക് വേണ്ടിയുള്ള. ഇതാ നിരന്ന് കിടക്കുന്ന ബോട്ടെടുത്ത് ഇവിടെ ഇടും, വെള്ളം നിറയ്ക്കുമായിരിക്കും, എന്നിട്ട് പിള്ളേർക്ക് എൻജോയ് ചെയ്യാം. ഇത് മറ്റേ ബൈക്ക് സെറ്റപ്പ്, അതോ ബൈക്ക് ഓടിക്കാം, അത് കൊള്ളാമല്ലേ. ഇത് നമ്മൾ ആദ്യമേ കണ്ട ആ സംഭവം തന്നെയാണ്. ഇത് കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ. ഇതിങ്ങനെ ചെരിഞ്ഞ് കിടന്ന് കറങ്ങുന്ന ഒരു സംഭവമായിട്ടാണ്, തൊട്ടിൽ പോലെ. ഇവിടെ വരുമ്പോഴത്തേക്കും ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളാണ്. ഇതെന്തോ ഒരു ഹോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പേടിപ്പിക്കുന്ന പരിപാടികളൊക്കെ ആയിരിക്കും. ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് 6 മണി വരെ ഒന്ന് വെയിറ്റ് ചെയ്താലോ. ആ മരണക്കിണർ കണ്ടത് കൊണ്ടാണ് ഞാൻ നിൽക്കാമെന്ന് തീരുമാനിക്കുന്നത്. അതുവരെ എനിക്ക് തീരുമാനമില്ലായിരുന്നു കേട്ടോ അപ്പോൾ നിൽക്കാമെന്ന്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, മരണക്കിണർ കണ്ടിട്ട് പോവാം. ഇതുവരെയും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലൈഫ് ഗാർഡന്മാരുടെ നിർദ്ദേശം പാലിക്കുക. ഡോണ്ട് ടേക്ക് ബാത്ത് ഹെയർ. ഇവിടെ കുളിക്കുന്നത് അപകടമാണ്. അതായത് ഇത് ഇവിടെ ചാടിക്കഴിഞ്ഞാൽ അപകടമാണെന്നാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ബോറിങ്ങും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തതുമായിട്ടുള്ള ഒരു വ്ളോഗാണ്. കാരണം ഇത് ആലപ്പുഴ ബീച്ചാണ്. ഇവിടെ ഫുള്ള് അങ്ങ് ദൂരെ ആ മല പോലെ കാണുന്നിടത്തുനിന്ന് നടന്ന് ഇവിടെ വരെ ഫുള്ള് കവർ ചെയ്ത് എല്ലാം കണ്ടു. പക്ഷേങ്കിൽ ഇതൊന്നും ഇന്നത്തേക്ക് വർക്കല്ല, നാളത്തേക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പുറത്ത് കാണുന്നത് നാളെയാണ്. അതിനോടനുബന്ധിച്ചാണ് ഇതും കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെല്ലാം നാളത്തേക്കാണ് സ്റ്റാർട്ട് ആവത്തുള്ളൂ. നാളെയാണ് ഇതിൻ്റെ എല്ലാം ഉദ്ഘാടനം വരുന്നത്. അപ്പം നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വളരെ ബോറ് വീഡിയോ ആണ്, എനിക്കറിയാം, ബ്ലോഗ് ഇന്നത്തേത്. കാരണം ഞാൻ ആലപ്പുഴ ബീച്ച് കാണാൻ വന്നത്, ഇതൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. ബീച്ച് എങ്ങനെയാണെന്നൊന്ന് അറിയുക, കാണുക, അതൊക്കെയാണ് മെയിനായിട്ട് വന്നത്. അപ്പം വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.